ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ച് തമാശകൾ. ഞാൻ ഹോസ്റ്റ് ജെറിൻ ജേക്കബ് ജോൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് ഡാനിയൽ റിജിമോൻ. സ്വന്തമായോ? താൽക്കാലികത്തിൽ തൽക്കാലം സ്വന്തമായി. അപ്പോ ഡാനിയൽ റിജിമോൻ പനിയൊക്കെ മാറി തിരിച്ച് ഡബിൾ ട്രിപ്പിൾ സ്ട്രോങ് ആയി വന്നിരിക്കുകയാണ്. അത്ര അല്ലെങ്കിലും ഡബിൾ ഉണ്ട്, കുഴപ്പമില്ല, സിംഗിൾ സ്ട്രോങ്. അപ്പോൾ അതെ, നമ്മുടെ ടോപ്പിക് ബിഗ് ബോസ് സീസൺ 6. അപ്പോൾ സീസൺ 6 സത്യത്തിൽ സീസൺ 1, 2, 3, 4, 5 ഇതിനെ വെച്ച് ഏറ്റവും മോശം ഒരു സീസണാണ് അല്ലേ? തീർച്ചയായും വളരെയധികം. നമ്മളിത് ഒരുമാതിരി വിമർശിക്കാൻ വന്നിരിക്കുന്ന പോലെ അല്ല, സത്യം പറഞ്ഞാൽ അല്ല, അത് എല്ലാവർക്കും അറിയാം. അല്ല, നമുക്ക് തന്നെ ഇപ്പം തന്നെ ഞാൻ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നീ എത്ര എപ്പിസോഡ് കണ്ടു കാണും ബിഗ് ബോസ്? നമ്മൾ ഒരുമിച്ച് കണ്ടു തുടങ്ങിയെന്ന് തോന്നുന്നു. തുടങ്ങി നമ്മൾ നീ എത്ര എണ്ണം കണ്ടി? പിന്നീട് നമ്മൾ എനിക്ക് തോന്നുന്നു തന്നെയൊക്കെയാണ് കാണുന്നത് ഫോണിലാണ്. ഒരു 40-45 എപ്പിസോഡ് അത്രേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഏകദേശം കാണാൻ ഞാൻ ശ്രമിച്ചു, കാരണം ഫോളോ അപ്പ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, കാരണം എന്തോ വേണ്ടി ഓടിച്ചു വിടുന്ന പോലെ. കാരണം ഒരു കണ്ടിന്യൂറ്റി, പിന്നീട് ഒരു വഴക്ക് നടക്കുമ്പോൾ എന്താണ് അതിന് മുന്നേ നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്ന പോലെ ഞാൻ കണ്ടു തീർക്കുന്നതായിരുന്നു. കാരണം ഒരു രസമില്ലാത്ത രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാറ്റം കൊണ്ടുവരാൻ തുടങ്ങിയ വിഷയം വന്നു. പഴയ റൂമുകൾ, പവർ റൂം, അപ്പം നമ്മുടെ വീക്ക്ലി ടാസ്കുള്ള ടാസ്കുകൾ മാറി ചലഞ്ചിങ് ടാസ്കുകളായി. അത് ഭയങ്കര മോശമായിട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു പന്ന ഒരു പണ്ടൊക്കെ ഓരോരുത്തർ കളിക്കുമ്പോൾ ഓരോ ആൾക്കാരായിട്ട് അതെല്ലാം ഇൻഡിവിജ്വൽ ടാസ്കുകളായിരുന്നു. പിന്നെ ഗ്രൂപ്പ് ടാസ്കുകൾ വരുമായിരുന്നു, പക്ഷെ അതിലും ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവർ തന്നെ അന്നേരം ചിലപ്പം ഗ്രൂപ്പ് മാറായിരുന്നു. അതായത് എപ്പോൾ വേണമെങ്കിൽ ഗ്രൂപ്പ് മാറ്റി മാറ്റി നമുക്ക് കളിക്കാമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പായി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് വെച്ചാണ് കുറേ കളി. പിന്നെ ആരിലും വന്നതൊന്ന് മാറ്റുന്നിടം വരെ ആ കളിയാണ്, ആ ഗ്രൂപ്പും ഇതാണ്. ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അൻസിബ ഋഷി ഒരു സൈഡിൽ ഫുള്ള് മറ്റേ ഇല്ല പരദൂഷണം പരിപാടി കട്ടിലിരുന്ന്. പിന്നെ ഒരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മറ്റേ വാഴക്കൊലയുടെ അടിയിൽ 2 പേര്, യാസ്മിനും ഗബ്രിയും. അതൊക്കെ കഴിഞ്ഞല്ലോ, അതെല്ലാം അതെല്ലാം കഴിഞ്ഞു. പക്ഷെ എന്നാലും ഒരു ഓവറോൾ പറയണ്ടേ, തുടങ്ങുന്നത് എങ്ങനെയാ? ഇപ്പൊ 80 ദിവസത്തിലേക്ക് എത്തി ബിഗ് ബോസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടണ്ടേ? അപ്പോൾ അതൊക്കെയായിരുന്നു നടന്നത്. പിന്നെ ചായയുടെ കേസിലൊക്കെയാണ് ആദ്യം അടി തുടങ്ങിയത്. ചായ കൊള്ളത്തില്ലെന്ന് ജിൻ്റെ തുടങ്ങിയ അടിയാ. അപ്പോൾ അങ്ങനെ ഈ ഒരു ബിഗ് ബോസ് അങ്ങനെയാണ് പോയത്. അത് മൊത്തം ഒരുമാതിരിയാണ് പോയത്. ആൾക്കാർ തമ്മിലും ഭയങ്കര സീരിയസ് ആയിട്ട് ഏത് ടാസ്ക് കൊടുത്താലും വഴക്കും വിഷയവും. ഇത്രയും എനിക്ക് തോന്നുന്നു. അതെ, എന്ത് കൊടുത്താലും വഴക്കും വിഷയവും. ഒരു ടാസ്കിലും ഇവർ തമ്മിൽ ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു ഇപ്പൊ സ്പോൺസർ ടാസ്ക് കളിക്കുമ്പോൾ അവർക്കൊരു സന്തോഷത്തിലൊക്കെ പെരുമാറാൻ എവിടെ ഒരു സീസണിലും ഇന്നേ വരെ അങ്ങനെ വന്നിട്ടില്ല. എന്ത് കൊടുത്താലും തല്ലിപ്പൊളിയാക്കുകയാണ്. വഴക്കും, മഞ്ഞ കാർഡ്, യെല്ലോ കാർഡ്, റെഡ് കാർഡ് വരെ എത്തേണ്ട അവസ്ഥയിലേക്ക് എത്തി. അമ്മാതിരി മാറ്റത്തിന്റെ ഒരു സംഭവം. അതെ, ഫുട്ബോളിലെ പോലെ കാർഡൊക്കെ പൊക്കാൻ തുടങ്ങി. പിന്നെ എന്താണ്, പിന്നെ ഭയങ്കര രീതിയിലൊരു ഫിസിക്കൽ അസോൾട്ട് നടന്നു. ഒരാളുടെ വായിക്കകത്ത് സ്ക്രൂ ഒക്കെ ഇടേണ്ട അവസ്ഥ വരെ വന്നു. അമ്മാതിരി അത് ഭയങ്കര അത്രയും റൂഡുള്ള ഒരാളെയൊക്കെ എങ്ങനെയാണ് അയാളെ സെലക്ട് ചെയ്തതെന്നാണ് എനിക്കറിയാത്തത്. അതെ, കുപ്പി 15 ലക്ഷത്തിന് വിൽക്കാൻ നടക്കും. എന്തോ ബോധമില്ലായ്മയാണ് കാണിക്കുക. അപ്പൊ ഇവരുടെ എല്ലാം ഇതാലോചിച്ചോണം എന്ത് രീതിയിലാണ് ഇവരെല്ലാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് അകത്ത് നടന്നതിനേക്കാൾ കൂടുതൽ പുറത്ത് നടന്നിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു അഖിൽമാരാർ സീസൺ 5 വിന്നർ ആണെങ്കിലും ഈ സീസൺ 6 പുള്ളിയാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ഒരു കണ്ടസ്റ്റന്റിന് പോലും അത്രയും ഒരു ഫാൻസോ അല്ലെങ്കിൽ ഒരു ഇഷ്ടം പിടിച്ചെടുക്കാൻ, ഒരു ഫേവറേറ്റ് ആയിട്ട് വരാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സീസണിലും ഫേവറേറ്റ് ആയത് അഖിൽമാരാരാണ്. കാരണം അതുപോലൊരു അഖിൽമാരാർ ഫേവറേറ്റ് അല്ല, എന്നാലും ചെറിയ റീച്ച് ഉണ്ടാക്കിയത് പുള്ളി. അതെ, പുള്ളി വെളിയിലാണ്. പുള്ളിയുടെ ആ ഒരു ഇഷ്യൂവും ഒരുപാട് അൺവാണ്ടഡ് ആയിട്ട് ബാക്കിയുള്ളവർ അതിനെ എടുക്കുകയും അതിനെ വേറൊരു അനാവശ്യ രീതിയിൽ അതിനെ കൊണ്ടുപോവുകയും ചെയ്തു. കാരണം പുള്ളി അത്രയ്ക്കും അവർക്ക് വേണ്ടി നിന്നതാണ്, സ്ത്രീകൾക്ക് വേണ്ടി നിന്ന് സംസാരിച്ചിട്ട് അതിനെതിരെ കൂടെ കണ്ടസ്റ്റൻസ് തന്നെ എതിരെ പറയുകയാണ്. അവർക്കെതിരെ സത്യം പറഞ്ഞാൽ പുള്ളി ഒന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. അനുഭവം ഉണ്ടായത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വെളിയിൽ നടക്കുന്നു. അതാണ് ശരിക്കും ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ടതും. സീസൺ 6 അതിനകത്ത് അവിടെയാണ് ഏറ്റവും കൂടുതൽ കുറേ ചീത്ത വിളികൾ, അതെല്ലാമായിരുന്നു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ സീസൺ 6 എത്തുമ്പോൾ ടോപ്പ് 10 ആയി അല്ലേ? ടോപ്പ് 10 ഏകദേശം സെറ്റായി. 80 ദിവസമായി. ഇനിയൊരു 20 ദിവസം കൂടെ ഉള്ളൂ. ടോപ്പ് 10 ആയിട്ടുണ്ട്. ഇതിന്ന് ടോപ്പ് 5 ആയി മാറണം. ടോപ്പ് 10 ഇപ്പോൾ ഇന്നലെ ടിക്കറ്റ് ഫിനാലെ തുടങ്ങി.
2 ബോണസ് ടാസ്കുകൾ നേരത്തെ കഴിഞ്ഞു. ഋഷി 1 പോയിന്റും ജാസ്മിൻ 1 പോയിന്റുമായിട്ട് നേടി. പിന്നെ വരുന്നത് 3 ടാസ്കുകൾ. ഇതൊക്കെ കാണാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഓർക്കല്ലേ, ഞാൻ ഇത് കണ്ടു കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടുണ്ട്. നേരത്തെ അത് 40 വരെ കണ്ട് എങ്കിലും ഈയിടെ അവസാനത്തോട്ട് ഈ നിങ്ങളെ പോഡ്കാസ്റ്റ് തുടങ്ങിയ ശേഷം ഞാൻ പിന്നെ ഒന്നും കണ്ടേ, കാരണം ഇവിടെ നിന്ന് പറയേണ്ട അപ്പോൾ 3 ടാസ്ക് നമ്മുടെ ബാക്കി പഴയ കാര്യത്തിലേക്ക് വരും. അപ്പോൾ 3 ടാസ്ക് ഇന്നലെ കഴിഞ്ഞു. അതിനകത്ത് ലീഡിങ് എടുക്കുന്ന അഭിഷേക് 8 പോയിന്റുമായിട്ട് അഭിഷേക് ലീഡിങ്. സെക്കൻഡ് നിൽക്കുന്നത് സായി. എത്രയായിരുന്നു? 5 പോയിന്റുമായിട്ട് സായി നിൽക്കുന്നുണ്ട്. തൊട്ട് ബാക്കിൽ ഋഷിയും അർജുനും 2 പോയിന്റുമായിട്ടുണ്ട്. പിന്നെ ജാസ്മിൻ 1 പോയിന്റ് ഉണ്ട്. സിജോയ്ക്ക് 1 പോയിന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു 7 ടാസ്ക് കൂടെ കാണുമായിരിക്കും. 10 ആയിരിക്കും ടോട്ടൽ. 3 കഴിഞ്ഞു, ഇനിയും 7 ബാക്കി. 10 ആയിരിക്കും. 10 ആയിരിക്കും. ഇനി ഒരു ടിക്കറ്റ് ഫിനാലെ ആരായിരിക്കും അടിക്കുന്നത്? നിന്റെ ഒരു പ്രഡിക്ഷൻ? ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച്, ഒരു റേഞ്ച് വെച്ച് അഭിഷേക് തന്നെ ആയിരിക്കും അല്ലേ? അഭിഷേക് അടിക്കാനാണ് സാധ്യത. പക്ഷേ എൻ്റെ ആഗ്രഹവും പ്രഡിക്ഷനും രണ്ടാണല്ലോ. എൻ്റെ ആഗ്രഹം എനിക്ക് നോറയ്ക്ക് അടിക്കണമെന്നുണ്ടായിരുന്നു. കാരണം നോറ എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ഒന്നും അല്ല. പക്ഷേ നോറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടണമെന്നുണ്ടായിരുന്നു. കാരണം നോറയ്ക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നോറ ഉറപ്പായിട്ടും അവള് അല്ല ഉടനെ വരുന്ന അടുത്ത എവിക്ഷനിൽ നന്ദനയ്ക്കും നോറയ്ക്കുമാണ് സാധ്യത. നന്ദന ഒരു എവിക്ഷനെ ഉള്ളെങ്കിൽ ഉറപ്പായിട്ടും നന്ദന ആയിരിക്കും പോകുന്നത്. ഡബിൾ ആണെന്നുണ്ടെങ്കിൽ നോറയും നന്ദനയും പോകും. അപ്പോൾ ടിക്കറ്റ് ഫിനാലെ കിട്ടുവാണെങ്കിൽ മേ ബി ഒരു എവിക്ഷനെ നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. പിന്നെ ഒരു ടോപ്പ് 5 നിനക്ക് പ്രഡിക്റ്റ് ചെയ്യാം. ടോപ്പ് 5 നമ്മുടെ അഭിഷേക് എന്തായാലും ടിക്കറ്റ് അടിച്ച് 5 കയറുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അടിച്ചു. ഓക്കെ, നീ പറഞ്ഞു. ഞാൻ പറയാം. നമ്മുടെ 5ാം സ്ഥാനത്ത് ശ്രീതു ഉണ്ടാവും. ശ്രീതുവിന് വേറൊരു ഫാൻ ബേസ് ഉണ്ട്, വേറൊരു തലത്തിലുള്ള ഫാൻ ബേസ് ഉണ്ട്. ശ്രീതു 5ാം സ്ഥാനത്ത്, നമ്മുടെ അഭിഷേക് 4ാം സ്ഥാനത്ത്, 3 സിജോ വരും. സിജോ 3. പിന്നെ കുറച്ച് ഹേറ്റൊക്കെ ഉണ്ടെങ്കിലും ജാസ്മിൻ 2ാം ഭാഗത്ത് വരും, 2ാം സ്ഥാനത്ത്. പിന്നെ ജിൻഡോ 1. എൻ്റെ ഒരു പ്രഡിക്ഷൻ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനൊരു ഇത് പറയുകയാണെങ്കിൽ 5ാം സ്ഥാനത്തായിട്ട് വരുന്നത് അഭിഷേക് ആയിരിക്കും. അഭിഷേക് 5, 4 അർജുൻ വരും, 3 സിജോ വരും, 2 ജാസ്മിൻ, 1 ജിൻഡോ. ഋഷിക്കും സാധ്യതയുണ്ട്, സായിക്കും സാധ്യതയുണ്ട്. ഇതിനകത്ത് മിക്കവാറും ശ്രീതു 6ാമതായിരിക്കണം എൻ്റെ ഒരു മനസ്സ് പറയുന്നു. പറയാൻ പറ്റത്തില്ല. അഭിഷേകിന് ഇനി പിന്തള്ളി വരണമെങ്കിൽ സാധ്യതയുണ്ട്. കാരണം ശ്രീതു ആദ്യം തൊട്ടേ ഉള്ളതുകൊണ്ട് ശ്രീതുവിന് കുറച്ച് ഫാൻസ് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ശ്രീതു കുറേയൊക്കെ നോമിനേഷൻ ഫ്രീ ആയിട്ടാണ് ഇരുന്നത്. കുറേയൊക്കെ അറിയുന്നില്ല അവിടെ ആളുണ്ടായിരുന്നു. അതെ, ശ്രീതു ബേസിക്കലി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും ഏകദേശം 5 ഇത് തന്നെയാണ്. ഇനി ഒരു 2 ആഴ്ചത്തെ കളി എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ആയിരിക്കും. സായിയും സിജോടെ ഒരു കാര്യം വലിയ താല്പര്യമില്ലാത്ത പോലെയൊക്കെയാണ് കളിക്കുന്നത് ഇപ്പം. അതെ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പോട്ടെന്നുള്ള അങ്ങനെ ഒരു താല്പര്യത്തിലാണ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ കളിക്കുന്നവർക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതെ, അതുപോലെ തന്നെ അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമുണ്ട്, മണി ബാഗ് പണപ്പെട്ടി. അത് പറഞ്ഞാൽ മതി, പണപ്പെട്ടി. അപ്പോൾ പണപ്പെട്ടി സാധനം ആരെടുക്കുമായിരിക്കും? അല്ല, ഇനി എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച നന്ദന പോവുമായിരിക്കും. ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ നോറയും നന്ദനയും പോവും. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ചയായിരിക്കും ടോപ്പ് 5 ആരും പണപ്പെട്ടി എടുക്കാൻ സാധ്യതയില്ല. എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു ആരും പണപ്പെട്ടി എടുക്കത്തില്ല ഈ ഒരു സീസണിൽ. പണപ്പെട്ടി ആരും എടുക്കത്തില്ല. ഇല്ല, നോറയും നന്ദനയും പോയി കഴിഞ്ഞാൽ പിന്നീടുള്ളതോടെ ശ്രീതു ഉണ്ട്. പിന്നെ ആരാണ് വരുന്നത്? ഞാൻ പറഞ്ഞതിനകത്ത് ശ്രീതുവും ഋഷിയുമാണ് വരുന്നത്. ശ്രീതുവും ഋഷിയും ഒരിക്കലും പണപ്പെട്ടി എടുക്കാൻ പോകത്തില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ശ്രീതു എടുക്കത്തില്ല. ഇല്ല. പിന്നെയും ഇല്ല, അഭിഷേകും എടുക്കാൻ സാധ്യതയില്ല. ഇല്ല, എൻ്റെ ഉറപ്പാണ്. ഇത്തവണ പണപ്പെട്ടി വെറുതെ പോവും. നോറയും എടുക്കാൻ സാധ്യത ഉണ്ടെങ്കിലും, നോറയും നന്ദനയോ ഉണ്ടെങ്കിൽ നന്ദനയോ നോറയോ എടുക്കാൻ സാധ്യത നല്ല കൂടുതലാണ്. അല്ലാതെ വേറെ ആരും പണപ്പെട്ടി എടുക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിനക്കോ? എടുക്കത്തില്ല, ഉറപ്പാ? അതൊക്കെ തന്നെ. നോറയും നന്ദനയും ഉണ്ടെങ്കിൽ അവരാരും എടുക്കും. ഓക്കെ, ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇനിയും സീസൺ 6 വിന്നർ ആരാന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇനിയുള്ളത്. അല്ലെങ്കിൽ ഇതിനോടകം എന്തെങ്കിലും വലിയ വിഷയങ്ങൾ
പൊട്ടിത്തെറികൾ ഉണ്ടാവണം. അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല. മിക്കവാറും ഇനി ലാസ്റ്റ് എവിക്ഷൻ ആണ് നടന്നത്, ലാസ്റ്റ് എവിക്ഷൻ ആണ്. ഇനി എല്ലാ ദിവസവും ഇനിയുള്ള ആഴ്ചകളിൽ എല്ലാവരും നേരിട്ട് എവിക്റ്റഡ് ആകുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്തോ. അല്ല, നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റിനെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതെ, ബെല്ലൈക്കനോടെ ഞെക്കുക. So we കുറച്ച് ആവശ്യങ്ങൾ വൈൻഡിങ് അപ്പ്. It's me, Jacob John. Host Daniel Rijimon. Bye.